അഭിമാനം എല്ലാവർക്കുമുണ്ട്, ശരിയല്ലേ? നിങ്ങളും ഒരു അഭിമാനിയല്ലേ? നമുക്ക് ചുറ്റിലും ധാരാളം നന്മമരങ്ങളുണ്ട്. പേരിനും പ്രശസ്തിക്കുമായി നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർ. ചിലരുണ്ട്, അവരുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ ഒരിക്കലും അറിയില്ല. അവർ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അധികമാരും അറിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോവിഡ് കാലം ഇത്തരത്തിലുള്ള ചിലരുടെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആർക്കെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും, എന്നിട്ട് വലിയൊരു ഫോട്ടോ എടുത്ത് കണ്ടവാൻ അങ്ങ് പ്രചരിപ്പിക്കും. എന്തൊരു കഷ്ടമാണല്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നത് തീർച്ചയായും നന്മയാണ്, നന്മ പ്രവൃത്തിയാണ്. പക്ഷേ അത് സ്വീകരിക്കുന്ന ആളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെയാവണം. ഗതികെട്ടവൻ എന്ത് അഭിമാനമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എത്ര താഴ്ന്ന നിലയിലുള്ളവർക്കും വ്യക്തിത്വവും അവരുടേതായ അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. അത് പരിഗണിച്ച് തന്നെയാവണം സഹായങ്ങൾ ചെയ്യേണ്ടത്. ഭിക്ഷയാണെങ്കിൽ പോലും പുച്ഛത്തോടെ എറിഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് പുഞ്ചിരിയോടെ അവർ അർഹിക്കുന്നത് നൽകുന്നത് പോലെ തന്നെ കൊടുക്കണം. അതിനേ വിലയുണ്ടാവൂ. അവിടെ മാത്രമേ സർവശക്തൻ്റെ കൃപയുണ്ടാകൂ. നമുക്കും സഹായിക്കാം, ആരും അറിയാതെ. നിങ്ങൾ കരുതുന്നുണ്ടോ പണം മാത്രമാണ് സഹായമെന്ന്? പണം മാത്രമല്ല സഹായം. നമ്മുടെ സമയം, പിടിപാടുകൾ, ബന്ധങ്ങൾ, ഒരു വാക്ക്, ഒരു നോട്ടം, ഇതൊക്കെ പലർക്കും വലിയ സഹായമാകും. ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും അന്യനെ ആശ്വസിപ്പിക്കാനാവും. ഹാവ് എ നൈസ് ഡേ.